സംസ്ഥാനത്ത് മഴ പല സ്ഥലങ്ങളിലും കനത്ത് പെയ്യുന്നു. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിൽ അതുപോലെ നഗരപ്രദേശങ്ങളിലൊക്കെ ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും കനത്ത് തന്നെ പെയ്യുന്നു. മഴ തോരാ മഴയാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. കനത്ത മഴ കാരണം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ സംരക്ഷണ ഭിത്തി തകർന്നുപോയി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടോ എന്നറിയാൻ MG പ്രതീഷ് തത്സമയം ശരിയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, തലസ്ഥാന നഗരിയിൽ മഴക്കെടുതി എങ്ങനെ, മറ്റു ജില്ലകളിലേക്ക് എങ്ങനെ? SKN ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും ശക്തമാകുന്നു എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പറയുന്നത്. ഇന്ന് 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, വയനാട്, പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴ ഈ ജില്ലകളിൽ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തമാകുന്നത്. മറ്റന്നാൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാവുക എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 14-ാം തീയതി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഈ ഓറഞ്ച് അലർട്ട് 14-ാം തീയതി ഉള്ളത്. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് പ്രധാനമായും ഈ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ പലയിടങ്ങളിലും ഇപ്പോഴും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയില്ല, ഇടവിട്ടുള്ള ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. മറ്റു ജില്ലകളിലൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം. നിലവിൽ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ഒരു ജാഗ്രത പാലിക്കണം. ഉയർന്ന കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കൂടി കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. SKN ാണ് വിവരങ്ങൾ നൽകിയത്. മഴ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തോരാ മഴയായി മാറിക്കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി കൂടി തത്സമയം ചേരുന്നു. യഥാർത്ഥത്തിൽ ഈ ഹൈറേഞ്ച് ഭാഗങ്ങളിലൊക്കെ നല്ല മഴയുണ്ട് എന്നാണല്ലോ ആൻമരിയ വാർത്ത വരുന്നത്. നഗരങ്ങളിലും നിർത്താതെ മഴ പെയ്യുന്നു എന്ന് മനസ്സിലാകുന്നു. എനിക്ക് തോന്നുന്നു ആൻമരിയ നിൽക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും അവിടെയും മഴ പെയ്യുന്നത് ഞാൻ കാണുന്നു. പറയൂ ആൻമരിയ. എറണാകുളം മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ മലയോര തീരദേശ നഗരപ്രദേശങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള മഴ അത് തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയാണ്, അത് നിർത്താതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള മഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട് എങ്കിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതാണ്. നിലവിൽ ജില്ലയുടെ ഈ നഗരപ്രദേശത്ത് പലയിടങ്ങളിലും ആദ്യമൊക്കെ പുലർച്ചയോടുകൂടി ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു. പിന്നീട് അത് ഇറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഈ രീതിയിൽ മഴ തുടരുകയാണ് എങ്കിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. മാത്രമല്ല ജില്ലയിൽ നിലവില് പ്രത്യേകിച്ചുള്ള ഒരു മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും വലിയ രീതിയിൽ നൽകിയിട്ടില്ല എങ്കിൽ പോലും തീരദേശ മലയോര മേഖലകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കടൽ ഇന്ന് പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന മഴയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു നാശനഷ്ടം എന്ന് പറയുന്നത് കറുകുറ്റി റോഡാണ്. ഈ കറുകുറ്റി റോഡ് നേരത്തെ മുതൽ തന്നെ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളതാണ്. അത് സർവീസ് റോഡാണ്. ഈ NHന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങളും സർവീസ് റോഡിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ശക്തമായിട്ടുള്ള മഴ അത് ഇന്നലെ വൈകുന്നേരം മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മഴ പെയ്തതുകൊണ്ട് തന്നെ റോഡിലെ കുഴികൾ അത് അല്പം കൂടി രൂക്ഷമായിട്ടുണ്ട്. ഈ കുഴികളിലെല്ലാം വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. പല വാഹനങ്ങളും ഈ കുഴികളിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് തന്നെ ഈ റോഡിലെ ഒരു ഭാഗത്ത് തന്നെ ലോറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ ഇങ്ങനെ മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. SK തന്നെയാണ് വിവരങ്ങൾ നൽകിയത്.